ജനുവരി മാസം 4-ാം തീയതി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അസ്വസ്ഥത തോന്നുകയും സ്വാഭാവികമായിട്ടും വീട്ടിലെ വിവരം അറിയിച്ചു. അവരുടെ സഹായത്തോടു കൂടി കാരിത്താസ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവുകയാണ്. അപ്പോൾ അവിടെ ചികിത്സയിൽ ഇങ്ങനെ മുൻപോട്ട് പോയ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഡോക്ടർമാർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള നിലയിൽ അറിയിക്കുകയുണ്ടായി. എനിക്കതേപ്പറ്റിയുള്ള അവബോധമുണ്ടായി. ഞാൻ ആ വിവരം അറിഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പറയുമ്പോൾ മരണത്തിനായിട്ട് ഒരുങ്ങി, നന്നായിട്ട് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തി. അതോടൊപ്പം തന്നെ തൈലാഭിഷേകം സ്വീകരിച്ചു. ബോധപൂർവം അത് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് മരിക്കുവാനായിട്ടുള്ള എല്ലാ ഒരുക്കവും നടത്തി. ആ ഒരുക്കത്തിന് ശേഷം അന്ന് രാത്രിയിൽ കിടന്നപ്പോൾ ഒരു ചെറിയ ആഗ്രഹം ഈശോയോട് പറഞ്ഞു, ഈശോയെ, നാളെ രാവിലെ 1 മണിക്കൂർ എനിക്ക് തരണം. അതെന്തിനാ ഈ 1 മണിക്കൂർ എന്ന് ഈശോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പള്ളിയിൽ നിന്നും പെട്ടെന്ന് യാത്ര പറഞ്ഞ് പോരുകയാണ്, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് അവിടെ കണക്കൊക്കെ ബോധിപ്പിക്കണം, അതിന് ദൈവം ഏൽപ്പിച്ച ജോലിയാണ്. അതുകൊണ്ട് ആ ജോലി നിറവേറ്റാൻ വേണ്ടി ഞാൻ സ്വാഭാവികമായിട്ടും കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഒന്ന് സുഖമായിട്ട് കിടക്കുകയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ബോധമില്ലല്ലോ, 2 ദിവസത്തേക്ക് ബോധമില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ കാരിത്താസ് ആശുപത്രിയിലാണ്. ഞാൻ പറഞ്ഞു, അത് നിങ്ങളെപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്, കാരിത്താസ് ആശുപത്രിയിലാണോ? എനിക്ക് സംശയമായി. അതെ എന്നവർ പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ കാരിത്താസ് ആശുപത്രി തന്നെയാണ്. അങ്ങനെ ICUവിൽ കഴിയുകയാണ്. പല പ്രാവശ്യം ICUവിൽ നിന്ന് പുറത്തിറക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തതായിട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ആശുപത്രി ഒന്ന് മാറാം, ചെത്തിപ്പുഴ ആശുപത്രിയിലേക്ക്, സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് മാറാമെന്നുള്ള ചിന്ത ഉണ്ടാവുകയും ഇവിടെ വരികയും ചെയ്തു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എപ്പോഴും ഈശോയെ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാരണം അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഡോക്ടറിൻ്റെ ഒരു പോസിറ്റീവ് കമൻറ്റ് എന്നെ ഒത്തിരി സ്പർശിച്ചു. അത് മറ്റൊന്നുമല്ല, അച്ഛന് വളരെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അതെനിക്കൊരു ബൂസ്റ്റായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ അവിടെ സമയം വളരെയേറെ എടുത്തു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഇതിനോടകം വിവരങ്ങളെല്ലാവരും അറിയുകയും കൃപ പ്രോ ലൈഫേഴ്സ്, മാതൃവേദി, പിതൃവേദി, കരിസ്മാറ്റിക് റിന്യൂവൽ, ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനത്തിലുള്ളവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനൊരു കാരണം, എല്ലാ ദിവസവും ഒരു ചെറിയ മെസ്സേജ് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കാണാതെ വന്നപ്പോൾ അവരതിനെപ്പറ്റി അന്വേഷിച്ചു. ആശുപത്രിയിലാണെന്ന് അറിയുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തമ്പുരാൻ വലിയ കൃപ ചെയ്യുകയാണ്. അവിടുന്ന് വളരെയധികം അത്ഭുതകരമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവിടുന്ന് മുറിയിലേക്ക് വരികയും പിന്നീട് ഗ്രാജുവലായിട്ട് തിരിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയുമാണ് ചെയ്തത്. ആദ്യം കുറച്ച് നാൾ പ്രീസ്റ്റ് ഹോമിൽ റെസ്റ്റ് എടുത്തു. പിന്നീട് ഇപ്പോൾ ഒരു ചാപ്ലിൻ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൃപകൾക്കും നന്ദി പറയുവാൻ തമ്പുരാനോട് വാക്കുകളില്ല. ICUവിൽ കിടന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, സ്വാഭാവികമായിട്ടും മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടർമാർ എഴുതിത്തള്ളിയ ഒരു കേസാണ്. ഇനി രക്ഷയില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ വിവരം എൻ്റെ കുടുംബാംഗങ്ങളോട് അവർ പറഞ്ഞിരുന്നു. അതുവഴിയായിട്ട് എനിക്കത് ബോധ്യമായി. എന്നാൽ അവിടെ നിന്നും ദൈവത്തിൻ്റെ ഇടപെടൽ, ഈ സഹോദരങ്ങളുടെ എല്ലാം പ്രാർത്ഥന, വിളിക്കുന്നവരെല്ലാം എന്നോട് പിന്നീട് പറയുകയുണ്ടായി, ഞങ്ങൾ മുട്ടിപ്പായിട്ട് തമ്പുരാനോട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയാണ് ആ ഒരു മോചനം ഉണ്ടാവാൻ ഇടയായത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
അത് എനിക്ക് വ്യക്തമാക്കി. ഇതുവഴി മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ ഭാഷയിലും അവർ ഷെയർ ചെയ്ത കൂട്ടത്തിലും ഒരു ഡോക്ടർ പറയുമായിരുന്നു, ഇതൊരു അത്ഭുതമാണ്, ഇതുപോലെ ഹീലിംഗ് ഉണ്ടായ ഒരു കേസ് ഞാൻ ഡീൽ ചെയ്തിട്ടില്ല എന്ന് ഈ ചികിത്സിച്ച ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവം അത്ഭുതം ചെയ്തതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും വിശ്വാസത്തിൻ്റെ കുറവുകൾ പലതരത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്നാൽ ദൈവം ആണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരുപക്ഷെ ആ ഒരു ബോധ്യം അനേകം ആളുകൾക്ക് ലഭിക്കുവാൻ ദൈവം ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തമ്പുരാൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ അങ്ങേറ്റം ആത്മാർത്ഥതയോടെ ദൈവം ചെയ്ത കൃപകൾക്ക് നന്ദി പറയാനും ആണ് ഞാൻ പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ആവശ്യമാണ് എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. എല്ലാവരോടും ആത്മാർത്ഥമായി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.